ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത് പിന്നെ നമ്മളെ കടലപ്പരിപ്പില്ലേ, കടലപ്പരിപ്പിൻ്റെ ഒരു പോളയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. കുടുംബശ്രീ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. മീറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും 3-3:30 വരെ ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ നേരമില്ല. ഇനിയിപ്പോൾ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം പണിയിൽ കഴിഞ്ഞിട്ട് കുറേ സമയം കടന്നിട്ട് ഇതാ പിന്നെ ഇനി നേരമില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പോൾ ഇനി ലേറ്റാവും അടുത്തുമ്പോഴേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാ മീറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തി. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. 1 മുതൽ 5ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. നമ്മൾ ആദ്യത്തെ വീട് നമ്മളിപ്പം നിൽക്കുന്ന വീട് എടുത്തിട്ട് ഒരു 10 വർഷമായിട്ടു. അതിന് മുമ്പ് ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്നും ഇപ്പം കാണിക്കാൻ നേരമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഇതിൻ്റെ 2 വീടിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ ആദ്യം നിന്ന വീട് വരുന്നത്. മീറ്റിംഗ് പറഞ്ഞത് 2:30 മണിക്കാണ്. ഞാൻ കറക്റ്റ് 2:30 മണിക്കാടെ എത്തിന് പോകുമ്പോഴേക്കും ഒരാളെയും കാണുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഡേറ്റ് തെറ്റിപ്പോയാ, ഇനി ഡേറ്റ് മാറിപ്പോയതാണോ സമയം മാറിപ്പോയതാണോ ആകെ ഒരു ഡൗട്ട്. ഒരാളെയും കാണുന്നില്ല. അപ്പോൾ ഇത്ര കൃത്യനിഷ്ഠയായിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സ്കൂളും ആലെല്ലാം കാണുമ്പം പണ്ട് ഈ സ്കൂൾ പഠിച്ച കാലമാണ് ഓർമ്മ വരുന്നത്. ഒരുപാട് നമ്മൾ ആ ആലിൻ്റെ അടുത്ത് സമയം കൂടിയിട്ടുണ്ടായിന് കളിക്കാൻ. നമ്മൾ സ്കൂളിൽ കളിക്കാൻ വിട്ടാൽ ഈ ആലിൻ്റെ കീഴിൽ വന്നിട്ടാണ് നമ്മൾ കളിക്കൽ. അപ്പോൾ അതെല്ലാം ഓർമ്മ വരുന്നത് ഇതെല്ലാം കാണുമ്പോൾ. ഞാൻ കുറേ സമയം അവിടെ പോസ്റ്റായിരുന്നു കേട്ടോ. നേരത്തെ പോയിട്ട് ഒരാളും ഇല്ല മിണ്ടാൻ വരെ. പിന്നെ കുറേ ടൈം ആകുമ്പോഴേക്കാണ് ആൾ വന്നത്. പിന്നെ കുടുംബശ്രീയിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന്. പിന്നെ കുറച്ച് എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞ പോലെ നല്ല നല്ല രസകരമായ ഒരു കളികളൊക്കെ ഉണ്ടായിന്. ഇപ്പോൾ കുടുംബശ്രീയിലെ മീറ്റിംഗ് ഒന്നും പറയാൻ കഴിയില്ല. ഓരോ കുടുംബശ്രീയിലും പ്രസിഡൻറ്റും സെക്രട്ടറിയും അങ്ങനെ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കാൻ. അപ്പോൾ ഈ കുടുംബശ്രീനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും പിന്നെ കുടുംബശ്രീനെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന്. അങ്ങനെ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെ ക്ലാസ് ഉണ്ടായിന്. പിന്നെ കുടുംബശ്രീയിൽ വന്നിട്ടുള്ള അനുഭവം, എത്ര വർഷമായി കുടുംബശ്രീ ചേർന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. സ്വയം നമ്മൾ വർത്തമാനം പറയാനും കൂടി ഇതിലൂടെ പഠിക്കണം എന്നുള്ള ഒരു ഇതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം എവിടെയെങ്കിലും ഒന്ന് പോയാൽ സംസാരിക്കണം. ഇങ്ങനെ എവിടെ പോയാൽ നമ്മളിപ്പം എല്ലാവരും ഇപ്പം വാ തുറന്ന് സംസാരിക്കാത്തവരെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. പിന്നെ ചായ കിട്ടീന് കേട്ടോ. ചായ കിട്ടിയപ്പോൾ എനിക്ക് സമാധാനമായി. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ ഉണ്ട്, ചായ കിട്ടുന്നില്ലൊരു പ്രതീക്ഷയാകുമ്പോൾ എനിക്ക് മനസ്സിൽ നല്ല സമാധാനമുണ്ട്. ചായ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു കേക്കും ഉണ്ടായിന്, ടീ കേക്ക്. അപ്പോൾ അതും കൂടി കിട്ടിയപ്പം കുറച്ച് വിശപ്പാട് അടക്കി. എല്ലാവരും കൂടിയിട്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ടാകുമ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒന്ന് ടൗണിലേക്കും പോകാനുണ്ട്. പിന്നെ ഏട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഏട്ടൻ എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. വൈഫിന് സർപ്രൈസായിട്ട് ഡ്രസ്സ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി നോക്കാൻ പോകണം നേരം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. വലിയ മഴ വരുന്നുണ്ട്. ഞാൻ പിന്നെ കാര്യം പറഞ്ഞിട്ട് അവിടെ ചെറുങ്ങനെ ഒന്ന് മുങ്ങി വരുമ്പോഴേക്കും എൻ്റെ ഫോണ് സ്വിച്ച് ഓഫായി ചാർജ് കയറിയിട്ട്. പിന്നെ ഞാനിത് പോകുന്ന വഴിയിലാണ് ഏട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് തന്നെ ഞാൻ ഫോണിൽ ചാർജെല്ലാം ആക്കിയിട്ടാണ് പിന്നെ പോയത്. ഞാൻ ബേക്കറി പോയിട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ടാണ്. വലിയൊരു ചോക്ലേറ്റ് ഒരു പാക്കറ്റ് വാങ്ങി. എന്നിട്ടാണ് ഞാൻ പിന്നെ ഡ്രസ്സ് കടയിലേക്ക് പോകുന്നത്. ഡ്രസ്സ് കടയിൽ പോയിട്ട് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ഓക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാം. നമുക്കിപ്പോൾ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കെല്ലാം ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതിപ്പോൾ ആരെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ല, എന്ത് കിട്ടുന്നതല്ല, എന്ത് ചെറിയ ഗിഫ്റ്റ് ആയാലും അത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. എന്നും ഓർത്ത് വെക്കാനുള്ള ഒരു ഇതും കൂടിയാണത്. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോവുകയെന്ന്. നല്ല ഡ്രസ്സ് തന്നെ ഉണ്ടായാൽ മതി എന്നുള്ള ഒരു ഇതാണ് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ വില കുറവാണ്. അതുപോലെ തന്നെ നല്ല നല്ല സെലക്ഷൻ ഉണ്ട് എന്തായാലും.
ഞാൻ പോയ പാടന്നെ അവിടെ പുതിയ ഡ്രസ്സ് കളക്ഷൻ വന്ന പാടാണ്. അപ്പോൾ എല്ലാവരും പാക്ക് എടുത്തു വെക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ പോയ പാടന്നെയാണ്. പിന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇതാണ് കേട്ടോ ഇഷ്ടമായിന്. പിന്നെ ഞാൻ കുറേ നോക്കിയപ്പോൾ ഒന്നും എനിക്കൊരു ഇത് പോകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ഇഷ്ടമായി. ഇട്ട് നോക്കിയിട്ടും നല്ല രസം. ഞാൻ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയിട്ടും നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് നോക്കൽ ഒരേ സൈസെല്ലാം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ സൈസിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ പോലത്തെ ഒരു കളർ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഇതുണ്ടായിട്ടാ. ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്ത് ഡ്രസ്സ് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല, വെറുതെ നോക്കാന്നേലും. അതുകൊണ്ട് ഞാൻ കുറേ തിരഞ്ഞിട്ടൊന്നുമില്ല. ആകെ ഇതിൻ്റെ 2 കളർ നോക്കി, പിന്നെ വേറെ 2 മോഡൽ നോക്കി. അപ്പോൾ നമ്മൾ ഇങ്ങനെ മോഡൽ ഡ്രസ്സ് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അതൊക്കെ യൂസ് ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഉള്ളത് നമുക്ക് ഒരു പുറത്ത് കുറച്ച് ദിവസം പോകുമ്പോൾ കുറച്ച് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനും ആക്കാം. അങ്ങനെ ഇല്ലതാണ് ഞാൻ നോക്കിയെടുത്തത്. പിന്നെ ഇതാ ഇങ്ങനത്തെ മോഡലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിന്. പിന്നെ ഇതൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അധികം മോഡൽ എടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല സിമ്പിളായിട്ട് എടുക്കുന്നത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ അത്. ഈ ഡ്രസ്സാകുമ്പോൾ ഒക്കെ നല്ലോണം ചേരും. ഇങ്ങനത്തെ കളർ ഡ്രസ്സൊക്കെ ഇല്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ തന്നെ വേഗം സെലക്ട് ആക്കിയത്. പിന്നെ ഇതന്നെ ഞാൻ ഗിഫ്റ്റായിട്ട് പോന്നു തരാൻ പറഞ്ഞു. പിന്നെ വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ഇത് മാത്രമേ. പിന്നെ അഥവാ ഓക്കെ ഇനി ഞാൻ എടുത്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടുത്താണ് കട, മാറ്റിയെടുക്കുന്നെങ്കിൽ എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഒന്നും കളയാനൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവർ ഗിഫ്റ്റാക്കി തന്ന്. ഇവിടുന്ന് കഴിയുമ്പം തന്നെ 6 മണി ആയിന്. അപ്പം നല്ല മഴയും വരുന്നുണ്ട്. ഇപ്പം മീനുണ്ടോ നോക്കുമ്പോൾ വേണം, രാത്രിക്കൊക്കെ കറി വെക്കാനൊന്നുമില്ല. അപ്പം മീനും കൂടി വാങ്ങിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് പോകുമ്പോഴേക്ക് ആദ്യമായിട്ടുള്ള വലിയ മീനൊന്നുമില്ല. കുഞ്ഞു ചെമ്മീനും അതുപോലെ തന്നെ നത്തൽ വന്നതും കുഞ്ഞാണ്. പിന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങേണ്ടതെന്ന് വിചാരിച്ച് ഞാനിതാ ചെമ്മീൻ വാങ്ങി. ചെമ്മീനിന് നല്ലോണം വില കുറവുണ്ട് കേട്ടോ. ചെറിയ പൈസയിലും കിലോന് 150 അത്രയൊക്കെ ഉള്ളൂ. 150 100 കിലോന് പറഞ്ഞത്. പിന്നെ എനിക്ക് എവിടുന്ന് ചായ കുടിച്ചാലും എനിക്ക് വീട്ടിലത്തെ ചായ കുടിക്കണം കേട്ടോ. അര ഗ്ലാസ് അത്രപ്പുറം വീട്ടിലത്തെ ചായ കുടിക്കണം. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതാ ചായ കുടിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നേരത്തെ ഉണ്ടാക്കിയ പോളയുണ്ട് അതും തിന്ന്. പിന്നെ കേക്ക് ഉണ്ടാക്കണം. എൻ്റെ വക ഒരു കേക്ക് കൊടുക്കണം എന്നുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു കേക്കാക്കാം, 1 കിലോൻ്റെ ഒരു കേക്കാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വന്നപാട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കേക്കിനോടായി ഞാൻ സ്പോഞ്ച് മാത്രമേ ആക്കി വെക്കാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ മക്കൾ ഉറങ്ങാണ്ട് എനിക്കൊന്നും ക്രീമൊന്നും ആക്കാൻ പറ്റില്ല. അവർ ഉറങ്ങിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ അവർ അരുവ തന്നെ നിൽക്കും ഇത് ആർക്കാന്ന്. അപ്പം സർപ്രൈസായിട്ട് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നേ അവർ പറയണ്ടെന്ന് പറഞ്ഞാലും അവർ പറയും. പിന്നെ ഇത് കറി വെച്ചിട്ടുണ്ടായി. ഇത് നത്തലാന്ന് കറി വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. പിന്നെ അതാ ഞാൻ കേക്കാക്കുന്ന കേക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ. അപ്പം വലിയ ഇതൊന്നും ആയിട്ടില്ല, സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തു. പിന്നെ കറണ്ടിന് നല്ല കളിയുണ്ടായി. ഞാൻ എപ്പം കേക്കാക്കാൻ കഴിഞ്ഞാലും കറണ്ടിനൊരു പ്രശ്നം ഉണ്ടാവലുണ്ട്. പോക്കും വരവാണ്. ഞാൻ ഏകദേശം ഉറങ്ങാൻ തന്നെ 12 മണിയായി. അപ്പോൾ ഇതാ ഫോണിൻ്റെ ടോർച്ചെല്ലാം കത്തിച്ചിട്ടാണ് ഞാൻ കുറേ പണി എടുത്തു വെച്ചത്. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. നമുക്ക് എന്താ പറയുക, കറണ്ടും ഉണ്ട്, അതിന് കണക്കായിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കുമ്പം ഒരു ടൈം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പുറത്താർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, നമുക്ക് തന്നെയാണെന്നല്ല. പിന്നെ അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല, ആകുന്ന പോലെ ആക്കിയെടുത്ത്. പിന്നെ രാവിലെ എന്തായാലും ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടാൻ കഴിയില്ല. രാവിലെ സ്കൂളിലേക്ക് അയക്കുന്നതിന് തിരക്കാണ്. അപ്പോൾ ഇത് തൊടാൻ കഴിയില്ല. ഇപ്പോൾ ആക്കി വെച്ചാലല്ലോ എന്നാൽ ഇതാക്കി വെച്ച സമാധാനമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഞാൻ കേക്കാക്കി വെച്ചെന്നേ ഇതിൽ പാത്രം ഒന്നും കഴുകി വെച്ചിട്ടുണ്ടായിട്ടാ. പക്ഷെ രാത്രിയായി പിന്നെയും ഉറങ്ങാൻ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാകും. രാവിലെ മദ്രസ ഉണ്ട്, അപ്പം രാവിലെ എണീക്കേണ്ടിയെന്ന്. അപ്പോൾ ഞാനൊരു 12 ആകുമ്പോൾ തന്നെ ഇത് മതിയാക്കിയിട്ട് കിടന്നുറങ്ങി. സത്യം പറഞ്ഞാൽ കിച്ചണിൽ കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ പാത്രം ഒന്നും കഴുകി വെച്ചിട്ടുണ്ടായിട്ട് എല്ലാം നാടികടിയെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ട വിചാരിച്ചിട്ട് കിടന്നിടത്തുനിന്ന് ഭയങ്കര മടി തന്നെയാണ് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണീച്ചാൽ നല്ല മഴയുണ്ട് പുറത്തിട്ടാ, നല്ല മഴയാണ്. പിന്നെ ഇന്ന് മദ്രസ ഇല്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എന്താ പറയുക, അല്ല മദ്രസ ഉണ്ടെങ്കിൽ അവരെ മദ്രസ കൊണ്ടാക്കിയതെല്ലാം ആകുമ്പോഴേക്ക് തന്നെ ഒന്നും വേറെ പണിയൊന്നും നടക്കില്ല. രാവിലെ എണീച്ച പാടൊന്നും ഇപ്പോൾ കിച്ചണിൽ കയറുകയും ചെയ്യില്ല കേട്ടോ. നിസ്കരിച്ചാടെ കിടക്കുകയും പിന്നെ ഒരു 6:30 ആ ടൈം ആകുമ്പോൾ കിച്ചണിലേക്ക് പോകുമല്ലോ കേട്ടോ. പിന്നെ രാവിലെ എണീച്ച പാട് ഞാൻ ചായ കുടിക്കുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ചായ പിന്നെ കുടിക്കുള്ളൂ കേട്ടോ, ലേറ്റായിട്ട്. ഒരു ഗ്ലാസ് എണീച്ച പാട് വെള്ളം കുടിച്ചിട്ട് പിന്നെ മക്കളിൽ ചായ വെച്ച് കൊടുക്കും. പിന്നെ മക്കളെല്ലാം പറഞ്ഞയച്ച് ചായയെല്ലാം കുടിച്ചിട്ടാകുമ്പം ഇത് അലക്കാനിട്ട്, മെഷീനിൽ അലക്കാനിട്ട്, പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് അതൊക്കെ രാവിലെ കഴിഞ്ഞാലേ കഴിയൂല. പിന്നെ മടി പിടിച്ചിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും കേട്ടോ.
പുറത്ത് മഴ ആയതുകൊണ്ട് ഇപ്പം ഡ്രസ്സ് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഹാളിലിടും, അവിടെ ഫാനിട്ടിട്ട് മക്കൾക്ക് കളിക്കേണ്ട ഡ്രസ്സെല്ലാം അങ്ങനെ ആരുമില്ല, ആരെങ്കിലും വരുന്നെന്ന് പറയുമ്പം അവിടെ അടുത്ത് മാറ്റും. ഏതാ റൂമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ ഇന്നലെ വാങ്ങിയ ചെമ്മീനുണ്ടായിരുന്നു, അതും വൃത്തിയാക്കി വെച്ച് ക്ലീൻ ചെയ്ത് വെക്കണം. കുറച്ചേ ഇല്ലെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചെറുതായതുകൊണ്ട്. ഇങ്ങനത്തെ ചെമ്മീൻ വാങ്ങിയാൽ ഏറ്റവും മടി ഇത് വൃത്തിയാക്കാനാണ്. വലിയ ചെമ്മീനാണെങ്കിൽ പെട്ടെന്ന് പണി തീരും. ഇത് എന്താ പറയുക, പെട്ടെന്നൊന്നും വൃത്തിയാക്കാൻ കഴിയില്ല, ഒരുപാട് സമയം എടുക്കും. പക്ഷെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഓളെ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കണം. ഞാൻ വിചാരിക്കുന്ന ഏതായാലും കൊണ്ടു കൊടുത്തിട്ട് വരാം. തൊട്ടപ്പുറം തന്നെ കേട്ടോ വീട്, ഒരുപാട് ദൂരമൊന്നുമല്ല. പിന്നെ എനിക്കെന്തോ കേക്കിലൊരു പോരായ്മ തോന്നുന്നു. ഒന്നാമത് ഡെക്കറേഷൻ ചെയ്യാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിട്ട്, പിന്നെ ടൗണിൽ മഴയാണ്ട് പോകാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ ചെറി വാങ്ങിയിട്ട് ചെറി വെച്ച് കൊടുത്ത്, അതിൽ കുറച്ച് ചെറി വെച്ച് കൊടുത്ത് ഒരു ഒരു പെർഫെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നി, ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നമുക്കിപ്പോൾ കേക്കിൻ്റെ സാധനം വാങ്ങണമെങ്കിൽ ദൂരെ പോകണം കേട്ടോ, അടുത്തൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആകെ ബുദ്ധിമുട്ടായത്. അല്ലെങ്കിൽ പിന്നെ വേഗം വിചാരിക്കുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് വരാം. പിന്നെ ഒരാഴ്ചയായിട്ട് മഴ തന്നെയാണ്, പുറത്ത് ഞാൻ ഇറങ്ങാൻ പറ്റാത്തൊരു മഴയോ ആണ്, അതുകൊണ്ട് പോകാനും മടിയാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ആക്കി വെച്ച് അത്ര തന്നെ. ഞാൻ ഇത് കൊണ്ടു കൊടുക്കാൻ പോയിരുന്നു. പിന്നെ മക്കളെല്ലാം സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കേക്ക് ആകെ അലങ്കോലമായിട്ടിരിക്കും, ഇതുപോലെ ഉണ്ടാവില്ല. അപ്പോൾ അവർ വരുന്നു, പെട്ടെന്ന് ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പുറത്ത് ചെറുങ്ങനെ മഴയുണ്ടായി. ഞാൻ മഴ മാറുന്നവരെ നിന്ന്. അപ്പോൾ ഇതാ ഞാൻ കൊണ്ടു കൊടുക്കുകയെന്ന്. ആ കാണുന്നതന്നെ കേട്ടോ അവരെ വീട്. ഇതാ ഞാൻ ഫസ്റ്റ് കയറിയ പാടനെ കേക്ക് അവിടെ വെച്ചിട്ടാണ് ഡോറിന് മുട്ടിയതെന്ന് വെച്ചാൽ അവർ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി കേക്കും ഇതും കാണും. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ഒരു രസമില്ല, വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുമ്പം രസം കിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ കൊടുത്ത് അവളെ വിളിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ കേക്ക് മുറിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, മക്കൾ വന്നിട്ട് വൈകുന്നേരം കേക്ക് മുറിക്കുന്നല്ലോ. അപ്പം ഇൻഷാ അള്ളാ ഇനി പിന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും. അതുവരേക്കും ബായ്.